സോ അഡ്മിഷൻ എടുത്ത കുറച്ച് ആൾക്കാർ അല്ലാതെ ഉണ്ട്, ഒരു റെക്കോർഡ് കേൾക്കാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ സെറ്റ് ബാച്ചിന്റെ ഒരു ആദ്യത്തെ ഒരു സെഷൻ എന്ന നിലയ്ക്ക്, ഒരു ഓറിയന്റേഷൻ എന്ന സെഷൻ എന്ന നിലയ്ക്കാണ് നമ്മളിപ്പോൾ ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം ഇന്നത്തെ ആ ഒരു സെഷൻ ഓറിയന്റേഷൻ എന്നൊരു നിലയ്ക്കാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ പല ആൾക്കാർക്കും നിങ്ങൾ ഇതിന് മുമ്പ് സെറ്റ് എഴുതിയ ആൾക്കാർ കാണും, ചിലപ്പോൾ സെറ്റ് ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാർ കാണും. പക്ഷേ എഴുതിയിട്ട് കുറെ കിട്ടാത്ത ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് സെറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ജേണി തുടങ്ങിയിട്ട് പൊളിറ്റി 360 എന്ന് പറയുന്ന ജേണി തുടങ്ങിയിട്ട് ഇപ്പോൾ 9 മാസത്തോളം ആയി. അപ്പോൾ ആദ്യത്തെ UGC നെറ്റുമായി ബന്ധപ്പെട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നെറ്റ് പൊളിറ്റിക്കൽ സയൻസിൽ നെറ്റിൽ ഇപ്പോൾ കേരളത്തിൽ നിലവിൽ ഇത്രയും റിസൾട്ട് പറയാനുള്ളത് നമ്മുടെ മാത്രമാണ്. പൊളിറ്റിക്കൽ സയൻസിൽ നെറ്റിൽ വേറെ ഒരു ടീമിനും അവകാശപ്പെടാൻ പറ്റാത്ത റിസൾട്ട് ഉള്ളത് ഇപ്പൊ നമുക്ക് മാത്രമാണ്. കാരണം പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിൽ നല്ല ക്ലാസ്സുകൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു അല്പം ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ തുടങ്ങിയ ഒരു ജേണി, ആ ഒരു ആദ്യത്തെ 2 കുട്ടികളിൽ നിന്ന് തുടങ്ങിയ ഒരു ജേണി ഇന്നിപ്പോ ഒരു 3 കോഴ്സ് ആയിട്ടുണ്ട്. അതായത് PSCയുടെ ഒരു പൊളിറ്റിക്കൽ സയൻസ് HSST ബാച്ച് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, UGC നെറ്റിന്റെ ഒരു ബാച്ച് ഉണ്ട്, ഇപ്പൊ നിങ്ങളുടെ ഒരു ബാച്ച് ഉണ്ട്, പിന്നെ ഹിസ്റ്ററിക്ക് വേണ്ടി ആന്ത്രോപോളജിക്ക് വേണ്ടി വേറൊരു, ടോട്ടൽ 5 കോഴ്സ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പം പൊളിറ്റിക്കൽ സയൻസിൽ 3 കോഴ്സ് റണ്ണിങ് ആണ്. സോ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു സബ്ജക്ട് സംഭവം തുടങ്ങിയെന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ സയൻസിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതാകുന്ന സമയത്ത് ഞാനൊരു വേറെ സ്ട്രീമിൽ നിന്ന് വന്ന് പഠിച്ച ആളാണ്. എക്കണോമിക്സിൽ നിന്ന് വന്ന് പൊളിറ്റിക്കൽ സയൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് പഠിച്ച ഒരാളാണ്. അവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ മലയാളം സംസാരിച്ച് നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു ലെവൽ ഓഫ് ക്ലാസ്സുകൾ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ കുറവെന്ന് പറയാൻ പറ്റത്തില്ല, ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം അത്രത്തോളം തിയററ്റിക്കൽ ബേസും നോളജുമായിട്ട് സംസാരിച്ച് അത്യാവശ്യം നന്നായിട്ട് നോട്ട്സ് ഒക്കെ തന്ന് വളരെ ഇലാബറേറ്റീവ് അല്ലാതെ എക്സാമിന് എന്താണോ വേണ്ടത് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് നോട്ട്സ് ഒക്കെ തന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സയൻസ്. സോ അതിലാണ് നമ്മളിപ്പോൾ സെറ്റും കൂടെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് റൺ ചെയ്യുന്ന ബാച്ച് ആകുമ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാകും, ഇവരുടെ സ്ട്രാറ്റജി നന്നാകുമോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് നമ്മുടെ ഇതെടുത്ത് നോക്കാം. 2 കുട്ടികൾ ഉണ്ടായിരുന്നു, 2 കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു. നെറ്റും ഒരാൾക്ക് നെറ്റും ഒരാൾക്ക് JRF ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ബാച്ചിൽ 25 കുട്ടികൾ ഉണ്ടായിരുന്നു. 25 കുട്ടികളിൽ 14 പേർക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു. ഒരു സെൻട്രൽ എക്സാമിന് 14 പേർക്ക് റിസൾട്ട് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അത് റയറാണ്. ഇപ്പോൾ അത് വിശ്വസിച്ചും പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടും ഇഷ്ടപ്പെട്ട് PSC HSST ബാച്ചിൽ ഇപ്പോൾ 45 കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ചെറിയ ജേണിയിൽ ഇത്രയും നമുക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ജേണിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആദിൽ ഷാ. നമ്മളൊരു പൊളിറ്റിക്സ് 360യുടെ ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ ഒരു സംഭവം എന്നുള്ള ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഇനി അടുത്ത എക്സാം വരുന്നത്, എൻ്റെ പേര് ആദിൽ ഷാ. ഞാൻ ഒരു 3-4 വട്ടം അല്ലെങ്കിൽ 5 വട്ടത്തോളം ഈ നെറ്റ് പാസ്സായിട്ടുണ്ട്. UPSC ബാക്ക്ഗ്രൗണ്ട് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചെറിയ ഈ ഇങ്ങനത്തെ ഉള്ള കോഴ്സുകളും അതുപോലെ ഒരു സ്കൂളിലും ചെറുതായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരിക. പൊളിറ്റിക്കൽ സയൻസിലാണ് നമ്മുടെ സബ്ജക്ട് നോളജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിടക്കുന്നത്. ഇനി സെറ്റ് എക്സാമിനെ കുറിച്ച് പർട്ടിക്കുലർലി സംസാരിക്കുകയാണെങ്കിൽ, ജൂലൈയിലാണ് നമുക്ക് ജൂൺ ജൂലൈ ആ ഒരു സെഷനിലാണ് നമുക്ക് എക്സാം വരിക. ജൂലൈയിലാണ് എക്സാം വരിക എന്ന് വിചാരിക്കുക. അപ്പോൾ ആ എക്സാമിന് നിങ്ങൾക്ക് ഇനി ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഉള്ളവർ സംസാരിക്കുക. ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആ എക്സാമിന്റെ സിലബസ് കണ്ടിട്ട് എത്രത്തോളം വാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? വാസ്റ്റ് ആയിട്ടാണോ വളരെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? എക്സാമിന്റെ സിലബസ് കണ്ടതിന് ശേഷം വളരെ വാസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ, അതോ വളരെ ഈസി അല്ലെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് പറ്റുന്ന സിലബസ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ പറയാം. കാര്യമൊന്നും ആദ്യമായിട്ട് സംസാരിക്കുന്നൊന്നും വിചാരിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി. ചാറ്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ വാസ്റ്റ്നെസ് ഉണ്ടോ അതോ അതല്ല കുറച്ച് ഇതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത് പറയാം. കഴിയുമെന്ന് തോന്നുന്നുണ്ട്, ഒറ്റയ്ക്ക് തന്നെ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഫൈൻ. വാസ്റ്റ്നെസിനെ കുറിച്ച് എന്താണ്, അതായത് ഭയങ്കര വാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്റെ ഹെൽപ്പ് അവിടെ നിൽക്കട്ടെ. പേഴ്സണലി ഉള്ളവര് നമ്മളെ ഹെൽപ്പ് എന്തായാലും ഉണ്ടാവും, അതല്ല ഞാൻ ചോദിക്കുന്നത്.
ഈ വാസ്റ്റ്നെസ് എന്ന് പറയുന്ന ചില ആൾക്കാർക്കെങ്കിലും കുറച്ചു പേർക്കെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ഇത് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞൊരു പ്രശ്നം ഇതാണ്, ഭയങ്കര വാസ്റ്റ് ആണ് സിലബസ്, എങ്ങനെ അവസാനിപ്പിക്കും, എങ്ങനെ തുടങ്ങും, എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകും എന്നതിനെ കുറിച്ച് ഭയങ്കര ഇതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് കൃത്യമായ സ്ട്രാറ്റജി ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് സ്ട്രാറ്റജി ഉണ്ട്. എങ്ങനെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, വിത്തിൻ 1.5 മന്ത് എങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു 90% കംപ്ലീറ്റ് ആക്കാൻ പറ്റും. സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്നതല്ല ഇവിടുത്തെ ചടങ്ങ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിപ്പിച്ചു, നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിച്ചു, കറക്റ്റ് ലൈൻ ബൈ ലൈൻ പഠിപ്പിച്ചതായിരിക്കും, പക്ഷെ അതിന് ക്വസ്റ്റ്യൻ കിട്ടണ്ടേ? ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനൊരു പാറ്റേൺ ഉണ്ട്, ഒരു വേരിയേഷൻ ഉണ്ട്. ഇന്ന സ്ഥലത്ത് നിന്ന് കുറെ ചോദിക്കും, ഇന്ന സ്ഥലത്ത് നിന്ന് കുറച്ചേ ചോദിക്കും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചോദിക്കത്തേ ഇല്ല, അങ്ങനെ ടൈപ്പ് ഓഫ് ഇതുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി മേക്ക് ചെയ്യുന്നത്. PYQs എടുത്ത് നോക്കിയാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 95% ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അടുത്തതിനും അത് ആ പാറ്റേൺ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റ് എക്സാം സുഖമായിട്ട് പാസ്സാകും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോടും പിന്നെ നമ്മുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് ചില ആൾക്കാർ വിചാരിക്കുന്നത് സിലബസ് കവർ ചെയ്താൽ ഞാനിത് പാസ്സാകും എന്നുള്ളതാണ്. അത് മിഥ്യാധാരണയാണ്. ഉറപ്പായിട്ടും സിലബസ് കവർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സിലബസ് ലൈൻ ബൈ ലൈൻ കവർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ് ആകണം എന്നൊരു നിർബന്ധമില്ല. നമ്മൾ സിലബസ് കവർ ചെയ്തു എന്ന് ഒരു ആശ്വാസം ഉണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യൻ കിട്ടണ്ടേ? അപ്പൊ ആ ക്വസ്റ്റ്യൻ കിട്ടുക, അതുപോലെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഓക്കെ നമ്മളിത് പഠിച്ചാൽ ഇത് ഉറപ്പായിട്ടും വരും എന്ന് പറയുന്ന ഏരിയാസിൽ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടുക, പിന്നെ തിയറിറ്റിക്കൽ ബേസ് ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ചിലപ്പോൾ BEd ഒക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ BEd ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ തിയറിറ്റിക്കൽ ബേസ് ഒക്കെ വിട്ടുപോകും. ആകെ അറിയാവുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ചോ അതല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മളിതിനെ എന്താണോ എക്സാമിന് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു നോട്ടാണ് തരിക. ചില സ്ഥലങ്ങളിൽ ഇലാബറേഷൻ ഇല്ലായിരിക്കും, നമ്മൾ പറയും ഇത്ര പഠിച്ചാൽ മതി, അപ്പൊ നിങ്ങൾ അവിടെ നിർത്തുക, അത്ര പഠിച്ചാൽ മതി. അങ്ങനെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ അത്രത്തോളം നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്, കാരണം നമ്മൾ തന്നെയാണത് മേക്ക് ചെയ്യുന്നത്, നമ്മൾ തന്നെയാണത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നോട്ട്സും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ള ഒരു ലെവൽ ഓഫ് നോട്ട് ആയിരിക്കില്ല. മെറ്റീരിയൽസിലൊക്കെ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യും. ഒരു ഇലാബറേറ്റീവ് നോട്ടായിട്ട് നിങ്ങൾക്ക് അത് ഭയങ്കര ഇലാബറേഷൻ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അങ്ങനെ ഒരു ഫീൽ വരത്തില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എക്സാമിന് ഉപയോഗിക്കുന്ന ഒരു ഇതായിരിക്കും വരുന്നത്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു, ഞാൻ ഇതിന്റെ ഇതിലേക്ക് വരാം, ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പോലെയാണ് പറയുന്നത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നു, ആ ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ ഉണ്ടാവും. ആ 4 ഓപ്ഷനിൽ ഏതോ ഒന്നെന്തായാലും ശരിയാണല്ലോ, ഏതോ ഒന്നെന്തായാലും ശരിയാണ്. ഇത് നിങ്ങൾക്ക് ഹാഫ് നോളജ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. അവിടെയാണ് ഇതിന്റെ ഒരു വിന്നിങ് സ്ട്രാറ്റജി ഇരിക്കുന്നത്. പല ആൾക്കാരും വിചാരിക്കുന്നത് ഇതിന്റെ നോളജ് നമുക്ക് പഠിച്ചാൽ മാത്രമേ ഇത് ശരിയാക്കാൻ പറ്റൂ. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇതിന്റെ ഹാഫ് നോളജേ ഉള്ളതെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ഇതിനെ വലിയ അറിവൊന്നുമില്ല, ഒരു മിനിമം അറിവുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ഗാന്ധിജിയെ കുറിച്ച് പഠിക്കുകയാണെന്ന് വിചാരിക്കാം, ഗാന്ധിജിയുടെ ഒരു ചെറിയ പോർഷൻ നിങ്ങൾക്ക് അറിയാം, അറിയാമെന്ന് വിചാരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു പാർട്ടാണ്, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. പക്ഷേ നമ്മൾ എങ്ങനെ ചെയ്യും, നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു പാർട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് വിചാരിക്കാം, നിങ്ങൾക്ക് ഒട്ടും അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഗാന്ധിജിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഗാന്ധിജിയുടെ അങ്ങനെ നിങ്ങൾക്ക് അറിയാം, സ്ട്രിക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ആ 4 ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഓപ്ഷൻ വരത്തില്ല, ഒരു ഓപ്ഷൻ വരത്തില്ല, വേറൊരു ഓപ്ഷൻ വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പതിയെ എലിമിനേഷൻ ടെക്നിക്സ്, അതുപോലെ എങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്താം, ഇങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജിയും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ പോവുക. നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. നിങ്ങളെ പാസ്സാക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. അതല്ലാതെ നിങ്ങൾക്ക് ഇതിന്റെ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആക്കുക എന്നുള്ളത് പറയുന്നത് നമ്മുടെ രീതിയിൽ വരുന്നതല്ല. കാരണം നിങ്ങൾക്ക് അറ്റ് ലാസ്റ്റ് മൊമെന്റിൽ സെറ്റ് എന്ന് പറയുന്ന എക്സാമിന് ക്വാളിഫൈ ആകണം. അപ്പൊ സെറ്റിന് ഒരു പാറ്റേൺ ഉണ്ട്, അതിന് പൊളിറ്റിക്കൽ സയൻസ് മുഴുവൻ അരച്ചിലേക്ക് കുടിക്കേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും. സോ ആ ഒരു പേഷ്യൻസോട് കൂടി ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ ഫാക്കൽറ്റീസും എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളെ ഒരു 20 days കൊണ്ട് തന്നെ ഒരുവിധം കോൺഫിഡൻസ് ഉള്ള ഒരു പോയിന്റിലേക്ക് എത്തും. എന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യും. പിന്നെ പതിയെ ചെറിയ മോക്ക് ടെസ്റ്റുകളും സെക്ഷണൽ ടെസ്റ്റുകളായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് നമ്മളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ചല്ലാതെ ഈ എക്സാംസിനെ കുറിച്ചും ഇതിന്റെ ഒരു പാറ്റേണിനെ കുറിച്ചും, അതുപോലെ തന്നെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, ആ പാറ്റേണിന്റെ ഒരു രീതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക്
കുറച്ച് പോയിട്ട് ഞാൻ അല്ലാണ്ട് സംസാരിക്കും. ഒരു 30 minutes ഒക്കെ ഉണ്ടാവും. ഓക്കെ, മെറ്റീരിയൽ കാണാലോ അല്ലേ? മെറ്റീരിയൽ കാണാലോ, എഴുതിയിരിക്കുന്നത് കാണാലോ അല്ലേ? ചാറ്റിലൊന്ന് പറയാമോ, കാണാമോ? കാണാമോ? ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ് ഇതാക്കുക. അതായത് നിങ്ങൾ വെറുതെ നമ്മുടെ ഒരു റെക്കോർഡഡ് ക്ലാസ്സുകളോ ലൈവ് ക്ലാസ്സുകളോ വെറുതെ ഇരുന്ന് കേൾക്കുക, അങ്ങനെ ഒരു രീതി നമുക്കില്ല. അങ്ങനെ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുന്നതുമല്ല. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുക. ഇന്ററാക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ തുടക്കം ഓറിയന്റേഷൻ ക്ലാസ്സിലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ, പക്ഷെ അല്ലാത്തപ്പോൾ നിങ്ങൾ നല്ലതായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം ഇന്ററാക്ഷൻസിനൊക്കെ ശീലിച്ചോളുക. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഇതിന്റെ കുറച്ച് കൺഫ്യൂഷൻസിലേക്ക് പോകാം. നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന കുറച്ച് കൺഫ്യൂഷൻസ്. ആ കൺഫ്യൂഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺഫ്യൂഷനാണ് ഞാൻ എങ്ങനെ ഈ സിലബസ് കവർ ചെയ്യും, നമ്മൾ എങ്ങനെയാണ് ഈ സിലബസ് കവർ ചെയ്യുക. നമ്മൾ എടുത്തു നോക്കുമ്പോൾ തന്നെ ഒരുപാട് അധികം ഉണ്ട്. പിന്നെ ഇനി ഈ പേപ്പർ 1 ബന്ധപ്പെട്ടിട്ട് ജനറൽ 2 പേപ്പർ ഉണ്ടെന്ന് അറിയാലോ. ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് റിലേറ്റഡ് വൊക്കാബുലറീസ് കുറെ പഠിക്കാനുണ്ട് എന്നൊക്കെ ഒരു ഇതുണ്ട്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുന്നതാണ് തെറ്റ്. ഇങ്ങനെയൊക്കെയാണ് ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവുന്നത്. ഒരു സെറ്റിന്റെ എക്സാമിന് ചില ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഇതൊന്നും സിലബസിൽ ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചോദിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ഇത് വരും. പിന്നെ എല്ലാ എക്സാംസിനും ഉള്ളതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ എത്ര സമയം പഠിക്കണം, അതുപോലെ ചില ആൾക്കാർക്ക് ഓവർ തിങ്കിങ്, ഓവർ ടെൻഷൻ, ഇതിന്റെ സെറ്റൊക്കെ വളരെ ബേസിക് എക്സാം ആണ്. സെറ്റിനെ സംബന്ധിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പാറ്റേണും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാംസ് ആണ് നടക്കുന്നത്. അതിന് ഓവർ തിങ്കിങ്ങും ഓവർ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. വ്യക്തമായി നിങ്ങൾ PYQs അതിനനുസരിച്ച് ഒരു നല്ല നോട്ട്സും പ്രിപ്പറേഷനും നടത്തിയാൽ മിനിമം നിങ്ങൾക്ക് 1.5 month കൊണ്ട് പ്രിപ്പയർ ചെയ്താൽ പോലും കിട്ടാവുന്ന ഒരു ബേസിക് എക്സാം മാത്രമാണ് സെറ്റ്. സോ ആ ഒരു ഓപ്പൺനെസ്സോട് കൂടി തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഉഴപ്പിക്കഴിഞ്ഞാൽ, അതായത് ഉഴപ്പിയിട്ട് അവസാനം എക്സാമിന്റെ തലേന്നോ എക്സാമിന്റെ 10 ദിവസം മുമ്പ് ഒന്നൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു മിനിമം സ്ട്രാറ്റജി ഉണ്ട് കയ്യിൽ. അത്യാവശ്യം നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ തയ്യാറാണ്, അങ്ങനെയാണെങ്കിൽ ഇത് ക്രാക്ക് ആകും. ഇനി രണ്ടാമത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാത്ത ഒരു കാര്യമാണ് സിലബസ് ലൈൻ ബൈ ലൈൻ വായിക്കുക. പക്ഷെ റിയാലിറ്റി പരിശോധിച്ചാൽ കൂടുതലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമായി ചേർന്ന് നിൽക്കുന്ന അതേ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇഷ്ടം കണക്കിന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അങ്ങനെ കൺസെപ്റ്റും റിപ്പീറ്റഡ് ആണ്. നിങ്ങൾ ഒരു സാധനം പഠിച്ചത് 100% വരും എന്ന് പറയാൻ പറ്റും. ഈ നെറ്റിനൊന്നും അങ്ങനെയല്ല. നെറ്റിനൊക്കെയാണെങ്കിൽ നമ്മളൊരു 10 സാധനം പഠിച്ച ഒരെണ്ണം വന്നാലായി എന്ന് പറയുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കൺസെപ്റ്റ് പഠിക്കുകയാണ്, ഇത് വരും എന്ന് പറഞ്ഞാൽ ഒരു 100% നമുക്ക് ഉറപ്പ് വരാൻ പറ്റും ഇത് വരും എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും. പൊളിറ്റിക്കൽ സയൻസിൽ ജനറൽ പേപ്പറിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും, പക്ഷെ പൊളിറ്റിക്കൽ സയൻസിൽ കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചോദിക്കും. സോ റിയാലിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം, PYQs മാത്രം ചെയ്താൽ പോലും നിങ്ങൾക്ക് നല്ലൊരു നോളജ് വരും. പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾ അറിയണം. അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. കുറച്ചുകൂടെ ഫാക്ച്വൽ ആണ് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. നിങ്ങൾ സിലബസ് പഠിച്ചു എന്നൊരു ആശ്വാസത്തിനപ്പുറം ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ്, അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പം സിലബസ് എന്ന് പറയുന്നത് അവിടെ ഒരു ബേസിക് റെഫറൻസ് ബുക്ക് പോലെ വെച്ചിരുന്നാൽ മതി. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ എത്രത്തോളം ചോദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു തരും, അല്ലെങ്കിൽ നമ്മൾ ഓരോ PYQs എടുത്ത് കാണിച്ചു തരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ കാര്യങ്ങൾ മാറ്റും. ഇനി സ്ട്രാറ്റജി ആണ് പ്രശ്നമെങ്കിൽ, സ്ട്രാറ്റജിയാണ് കൂടുതൽ ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുള്ള സെറ്റൊക്കെ 2 പ്രാവശ്യം എഴുതാന്നൊക്കെ പറഞ്ഞ് 2-3 പ്രാവശ്യം എഴുതാന്നൊക്കെ പറഞ്ഞാൽ അത് റോങ് സ്ട്രാറ്റജിയുടെ കാര്യമാണ്. ഒന്നുകിൽ നിങ്ങൾ ഒട്ടും പഠിച്ചാണതില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രാറ്റജി തെറ്റാണ്. ഇവിടെ സ്ട്രാറ്റജി കറക്റ്റ് ആക്കി തരും. നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം. അതിന് മെന്ററിംഗ് ഒക്കെ ഉണ്ടാവും, മെന്ററിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടാവും, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ഉണ്ടാവും, വീഡിയോ കോൾ വഴി ഇൻഡിവിജ്വൽ മെന്റർഷിപ്സ് ഉണ്ടാവും. സോ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു, അപ്പൊ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ് അങ്ങനെ തന്നെ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും. കോമൺ ആയിട്ട് ക്ലാസ് പറയുന്ന സ്ട്രാറ്റജീസ് ഉണ്ടാവും. സോ ഇതൊക്കെയാണ് നമ്മൾ എത്ര സിലബസ് ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞാലും റിയാലിറ്റി ഇതൊക്കെയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മളിത് കവർ ചെയ്യാൻ പോകുന്നത്, ഹോൾ സിലബസ് കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്യും. ഈ ടോപ്പിക്സിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ ഒരു സിലബസ് ഓറിയന്റഡ് സിലബസിന്റെ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് ഒരു സാധനം പഠിക്കുന്നു വിചാരിക്കാം. ആ സാധനം വരാനുള്ള ചാൻസ് എത്രത്തോളം എന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്കറിയാം. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ടോപ്പിക് പ്രയോറിറ്റി ചെയ്യുന്നത്. സോ അങ്ങനെ പ്രയോറിറ്റി ചെയ്താണ് പഠിപ്പിക്കുക. അതായത് യൂണിറ്റ് 1 തന്നെ ആദ്യം എടുത്ത് പഠിപ്പിച്ച് അങ്ങ് തീർക്കും. അത് കഴിഞ്ഞ് യൂണിറ്റ് 2 അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊക്കെ നമ്മൾ കൺവെൻഷണൽ രീതികളോട് നമുക്ക് അത്ര താല്പര്യമില്ല. അങ്ങനെ ഇരുന്നത് കൊണ്ട് നിങ്ങൾ പാസ്സാകുമെന്ന് പറയാനും പറ്റത്തില്ല.
സോ യൂണിറ്റ് 1 തന്നെ ലൈൻ ബൈ ലൈൻ പഠിപ്പിക്കുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഭയങ്കര പ്രയോറിറ്റി ആണ് തോന്നെങ്കിൽ, അതായത് യൂണിറ്റ് 1 2-3 ടോപ്പിക്സ് ഉണ്ട്, ഇത് 2-3 ടോപ്പിക്സ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു 4 മാർക്ക് കിട്ടും അല്ലെങ്കിൽ 3 മാർക്ക് കിട്ടും എന്നാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുക, അത് കറക്റ്റ് ആയിട്ട് അത് തന്നെ പ്രയോറിറ്റി ചെയ്ത് പഠിപ്പിക്കും. അതല്ല യൂണിറ്റ് 1 വേറെ ഭാഗമാണ് പ്രയോറിറ്റി എങ്കിൽ അതായിരിക്കും ആദ്യം പഠിപ്പിക്കുന്നത്. അല്ലാതെ യൂണിറ്റ് 1 ആദ്യം കിടക്കുന്ന സാധനം ആദ്യം പഠിപ്പിക്കും, അവസാനം കിടക്കുന്ന സാധനം അവസാനം പഠിപ്പിക്കും, അങ്ങനെയൊന്നുമല്ല. നമ്മൾ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും നോട്ട്സും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷനും കൊണ്ടുപോകാൻ. അതായത് നമുക്കൊരു രീതിയുണ്ട്, ആ രീതികളോട് നിങ്ങൾ പൊരുത്തപ്പെടുകയാണ് കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങൾക്ക് ചിലപ്പോൾ കൺവെൻഷണൽ രീതികളുണ്ടാവും, ഞാൻ ഇങ്ങനെ ഒരു സാധനത്തിൽ ഇങ്ങനെ ഇരുന്ന് കറക്റ്റ് ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതി ഉണ്ടാവും. ഒരു കൺവെൻഷണൽ രീതികളോട് നമ്മൾ അങ്ങനെ പറയാറില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോണിലൊക്കെ ഇരുന്ന് പഠിക്കാം, പക്ഷെ നമുക്കൊരു രീതിയുണ്ട്, ആ രീതി നമ്മൾ പറഞ്ഞു തരുകയും ആ രീതിയോട് നിങ്ങൾ പൊരുത്തപ്പെടുകയും ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടി വരും. നിങ്ങളുടേതായ സ്ട്രാറ്റജിയിൽ പലപ്പോഴും മിസ്റ്റേക്സ് വരും. നമ്മൾ സ്ട്രാറ്റജി എന്ത് ചെയ്യാം, കറക്റ്റ് റോങ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞു തരും, അത് നിങ്ങൾ തിരുത്തുന്നതോടുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആകും എന്നുള്ളതാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, പഠിക്കുന്നതിൽ ഓരോ രീതി, അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ രീതികളെ നമുക്ക് ബെറ്റർ ആക്കാനുള്ള സജഷൻസ് തരാം, നിങ്ങളത് ചെയ്യുന്ന കണക്കിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ഉണ്ട്. അതായത് അതാണ് ഈ ഹോൾ സിലബസ് കവർ ചെയ്യുന്നതിൽ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പിന്റെ ഒരു ഗുണം. അതായത് നമ്മൾ ചിലപ്പോൾ പേഴ്സൺ അനുസരിച്ച് മാറ്റും. ചിലപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക, 10 to 5 അയാൾ വർക്ക് ചെയ്യുകയാണ്, അയാൾക്ക് വന്നിരുന്ന് എത്രത്തോളം പഠിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ അയാളടുത്ത് ചെയ്യാൻ പറയുന്നത് വേറെ ആയിരിക്കും. നിങ്ങൾ ക്ലാസ് കേൾക്കണം, മസ്റ്റായിട്ടും ക്ലാസ് കേൾക്കണം, പക്ഷെ നോട്ട്സും കാര്യങ്ങളും കിട്ടുമ്പോൾ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറയുന്നത്, അതുപോലെ വർക്കിംഗ് പേഴ്സൺസിനും വെറുതെ വീട്ടിൽ അത്യാവശ്യം ടൈം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആൾക്കാർക്ക് വേറെ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് സമയത്തായിരിക്കും നമ്മളത് ഡിസ്കസ് ചെയ്യുക. കോമൺ മെന്റർഷിപ്പും ഉണ്ടാവും, ഇൻഡിവിജ്വൽ മെന്റർഷിപ്സും ഉണ്ടാവും. ഓക്കെ. പിന്നെ പേഴ്സണൽ ഫേവറേറ്റ് സബ്ജക്റ്റുകൾ, ചിലപ്പോൾ ചില ആൾക്കാർക്ക് പേഴ്സണൽ ഫേവറേറ്റ് സബ്ജക്റ്റുകൾ ഉണ്ടാവും. സോ അതിൽ നിങ്ങൾ ഒരുപാട് ടൈം കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. സോ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് മെന്റർഷിപ്പിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ തന്നെ ഒരു ഇത് തരും. പിന്നെ സെക്കൻഡ് മെന്റർഷിപ്പിലാണ് പ്രോപ്പർ ആയിട്ട് സ്ട്രാറ്റജി തരിക എന്ന് പറയും. ഓക്കെ. ഇനി നമ്മുടെ പ്ലാൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത്? നമ്മുടെ പ്ലാൻ നമ്മൾ വിളിക്കുന്ന പേര് ഫ്യൂൽ അപ്പ് എന്നാണ്. അതായത് കുറച്ച് നമ്മൾ എഞ്ചിനിൽ ഒരു ബൂസ്റ്റ് കൊടുത്താൽ മാത്രമാണ് ആ ഒരു പ്ലാൻ നന്നായിട്ട് വർക്ക് ആവുക. ആ ഒരു ഐഡിയ എന്നാണ് നമ്മൾ ഫ്യൂൽ അപ്പ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. സോ ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത്? ഒന്ന്, നമ്മൾ കംപ്ലീഷൻ ഓഫ് ഇമ്പോർട്ടന്റ് സബ്ജക്ട്സ് ആൻഡ് ടോപ്പിക്സ്. ഇമ്പോർട്ടന്റ് സബ്ജക്റ്റിലും ഇമ്പോർട്ടന്റ് ടോപ്പിക്കിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യും. ബാക്കിയൊക്കെ പഠിപ്പിക്കുമെങ്കിലും ഫോക്കസ് ചെയ്യുന്നത് ഈ ടോപ്പിക്സിലായിരിക്കും അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് യൂണിറ്റ്സിലായിരിക്കും. ഇനി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വാട്ട് നോട്ട് ടു സ്റ്റഡി. നമ്മളത് ചില കാര്യങ്ങൾ പറയും, ഇത് ഇവിടം വരെ പഠിച്ചാൽ മതി, ഇതത്ര റെലവൻസ് അല്ല എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിക്കാത്ത ഒരു സാധനം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അങ്ങനെ ഭയങ്കരമായിട്ട് ചോദിക്കാത്ത ഒരു 5 വർഷം ചോദിക്കാത്ത ഒരു സാധനം ഈ വർഷം ചോദിക്കണമെങ്കിൽ വളരെ റയർ ചാൻസ് ആയിരിക്കും. അങ്ങനെയാണ് വാട്ട് നോട്ട് ടു സ്റ്റഡി. എന്ത് സ്റ്റഡി ചെയ്യണം എന്നതിനും കാര്യം ഇമ്പോർട്ടന്റ് ആണ് എന്ത് പഠിക്കേണ്ട എന്നുള്ളത്. ആ എന്ത് പഠിക്കേണ്ട എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഇത് തരും. പിന്നെ മെന്ററിംഗ് ഉണ്ടാവും. അതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി തരും. ഒരു 20 days കഴിയുമ്പോൾ നമ്മൾ PYQ ഡിസ്കഷൻസ് വെക്കും. PYQs ഡിസ്കഷൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കഷൻസ് വെക്കും. അതുപോലെ സിലബസ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം, അങ്ങനെയൊക്കെ ഉള്ള പ്രയോറിറ്റി ഒക്കെ തിരിച്ചായിരിക്കും നമ്മൾ ഈ പ്ലാൻ വർക്ക് ആക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമ്മളൊരു സെഷൻസ് ഉണ്ടാവും, പ്രഡിക്ഷൻ. അത് എല്ലാ കോഴ്സിലും ഉണ്ട്. എല്ലാ കോഴ്സിലും നമ്മൾ പ്രഡിക്ഷൻ വെക്കും. ഈ എക്സാമിന് എന്തൊക്കെ വരാം എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്, പ്രഡിക്ഷൻസ് വെക്കും. ഈ പ്രഡിക്ഷൻസ് വെക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ UGC നെറ്റിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ടഫ് മീൻസ് ഭയങ്കരമായിട്ട് പാറ്റേൺ ഒക്കെ നമുക്ക് ഒട്ടും ദഹിക്കാത്ത ഒരു പാറ്റേൺ ഒക്കെയാണ് UGC നെറ്റ് എക്സാമിന് വന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നെറ്റ് എക്സാമിന് വന്നത് അങ്ങനെ ഭയങ്കര പാറ്റേൺ വ്യത്യാസമാണ്. പക്ഷെ നമ്മൾ പ്രഡിക്ഷൻ ചെയ്തിരുന്നു. ഈ പ്രഡിക്ഷനിൽ സാധാരണ രീതിയിൽ നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നതിൽ ഒരു 75 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രഡിക്ഷനിൽ നമുക്ക് കിട്ടിയത് 60 ക്വസ്റ്റ്യൻ ആണ്. 60 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രഡിക്ട് ചെയ്തതിലുണ്ടായിരുന്നത്. ഏകദേശം ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ 60 ക്വസ്റ്റ്യൻ റെഡിയാക്കുകയും പേപ്പർ 1 അത്യാവശ്യം സ്കോർ ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ആ നെറ്റ് ഇത് ചെയ്യാം. അതായത് ഭയങ്കര വലിയ സിലബസിന് എത്രത്തോളം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ഇനി എത്ര ടഫ് ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാറുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ 75 ക്വസ്റ്റ്യൻ നമ്മൾ ശരിയാക്കുന്ന സ്ഥലത്ത് നമുക്ക് അന്ന് 60 കിട്ടിയുള്ളൂ. നമ്മൾ പ്രഡിക്ഷൻസിൽ നമുക്ക് 60 കിട്ടിയുള്ളൂ. പക്ഷേ ആ 60 മതിയായിരുന്നു ആ ക്വസ്റ്റ്യന്റെ ടഫ്നെസ്സിൽ മാറ്റാൻ. ആ ഒരു 60 ക്വസ്റ്റ്യൻസും പിന്നെ ഒരു 10 ക്വസ്റ്റ്യന്റെ ഇതിലും നമുക്കൊരു ഇത് കിട്ടുകയാണെങ്കിൽ 60-നും 70-നും ഇടയിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ UGC നെറ്റ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പേപ്പർ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ, പേപ്പർ 1 അല്ല പേപ്പർ 2 മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു
ഇത് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതും സെറ്റിനും ബാധകമാണ്. സെറ്റിനും നമ്മൾ ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു സിസ്റ്റം വെച്ചിട്ട് അവസാന സമയങ്ങളിൽ 1 മന്തൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പ്രഡിക്ഷൻ നടത്തും. എന്നിട്ട് ആ ഏരിയയും കൂടെ ഫോക്കസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ കുറച്ചും കൂടെ ബെറ്റർ ആക്കി പഠിപ്പിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എല്ലാ കോഴ്സിലും ചെയ്യുന്നതാണ്. അത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി സെറ്റിന്റെ പർട്ടിക്കുലർ പാറ്റേണിലേക്ക് വന്ന് ടോട്ടൽ 240 മാർക്കാണ്. പേപ്പർ 1 120, പേപ്പർ 2 120. നെഗറ്റീവ് മാർക്ക് ഇല്ല. ആർക്കെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇനി എത്രത്തോളം വേണം പാസ്സാകാൻ? 40% വേണം. അത് രണ്ടുകൂടെ ടോട്ടൽ എടുക്കുമ്പോൾ ഏകദേശം 116 മാർക്കോളം വരും. 116 മാർക്കോളം മേടിച്ചാൽ നിങ്ങൾ പാസ്സാകുമെന്നുള്ളത്. അപ്പൊ അതിനർത്ഥം എന്താണ്? നിങ്ങൾ 100% ക്വസ്റ്റ്യനും ശരിയാക്കണമെന്ന് എവിടെയും പറയുന്നില്ലല്ലോ. 40% ക്വസ്റ്റ്യനാണ് ശരിയാക്കേണ്ടത്. സോ നിങ്ങൾക്ക് 100% ക്വസ്റ്റ്യൻ ശരിയാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത്രയും 120 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ശരിയാക്കണം? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ശരിയാക്കണം എന്നുള്ളൊരു ഇതിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം നെഗറ്റീവ് മാർക്ക് ഇല്ല, അങ്ങനെ ഒരു ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇതിലിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എഫേർട്ട് ഇട്ടാൽ, സെറ്റ് എക്സാമിന് വരുന്ന മുഴുവൻ ആൾക്കാർക്കും എഫേർട്ട് ഇട്ടാൽ, നമ്മുടെ സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്താൽ സെറ്റ് ഇപ്രാവശ്യം തന്നെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ തരുന്ന ഗ്യാരണ്ടിയാണ്. കാരണം നെറ്റിനെ പോലെയോ HSST പോലെയോ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റാത്ത ഒരു ഏരിയ അല്ല. നെറ്റിനെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ 75 പ്രഡിക്ഷൻ പറഞ്ഞു. 75 സാധാരണ നടക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞാലും ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ 60 ക്വസ്റ്റ്യൻ കിട്ടിയുള്ളൂ. പക്ഷേ 60 ക്വസ്റ്റ്യൻ കിട്ടി. അത് ഭയങ്കര സംഭവമാണ്. കാരണം ആർക്കും അങ്ങനെ 60 ക്വസ്റ്റ്യൻസോളം നമുക്ക് ഈ ഇതിൽ നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് മാത്രം, അതായത് സെൻട്രൽ എക്സാമിന് നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് മാത്രം, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാത്രം 15-നും 20-നും ഇടയിൽ ക്വസ്റ്റ്യൻ വന്നിരുന്നു. കറക്റ്റ് മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ് വന്നിരുന്നത്. സോ ടഫ് ആണെങ്കിൽ പോലും നമുക്ക് ജയിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. ഇവിടെ തരുന്ന ഒരു സെഷൻസ് എന്ന് പറയുന്നത് 100% പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്തിരിക്കുന്ന സെറ്റിനൊക്കെ പറഞ്ഞ പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാം കിട്ടും. അതായത് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും പുറകോട്ട് എഫേർട്ട് ഇട്ടാൽ ഒരാൾക്ക് പോലും പുറകിലോട്ട് പോകേണ്ട ആവശ്യം ഇല്ല. ഇനി ഞാൻ ഇതിലേക്ക് വരാം. ഈ ഒരു സംഭവത്തിലേക്ക് വരാം. നമുക്ക് ആദ്യം ഒരു സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസ് നമ്മളൊരു സിലബസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, മോഡേൺ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് യൂണിറ്റ് ഉണ്ട്. ഈ ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾ കുറെയൊക്കെ കേട്ടിട്ടുണ്ടാവും, കുറെയൊക്കെ കേട്ടിട്ടില്ലാവും. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ എലൈറ്റ് തിയറി, പരേറ്റോ, മോസ്ക, മിഷേൽസ്, പ്ലൂറലിസം, ദാല്, ഹെബർമാസ്, അതുപോലെ കാൾ ഡോയിഷ്, കമ്മ്യൂണിക്കേഷൻ തിയറി, ഇതൊക്കെ പൊളിറ്റിക്കൽ സയൻസിന്റെ തന്നെ പല ഏരിയാസിൽ കിടക്കുന്നതാണ്. അതായത് ഈ തിയറീസ് ഓഫ് ഡെമോക്രസി എന്നൊക്കെ പറയുന്നത് പക്ക തിയറിയിൽ കിടക്കുന്നതാണ്. എന്നാൽ ഈ കാൾ ഡോയിഷ് പോലുള്ള കാര്യങ്ങൾ കിടക്കുന്ന ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇതിൽ പലതും മിക്സഡ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ഈ മോഡ്യൂൾ 4, ഇപ്പൊ മോഡ്യൂൾ 4 ഞാൻ എക്സാമ്പിൾ പറയാം. മോഡ്യൂൾ 4 ഈ ഒരു സംഭവം കിടക്കുന്നു. പാർട്ടിസിപ്പേറ്ററി, ഡെലിബറേറ്റീവ് ഡെമോക്രസി, പബ്ലിക് സ്ഫിയർ, ഹെബർമാസ്, ഇത്രയും കിടക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എലൈറ്റ് തിയറി പഠിച്ചാൽ, പ്ലൂറലിസം പഠിച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഗ്യാരണ്ടിയാണ് തരാൻ പറ്റും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കണ്ടേ. ഈ പരേറ്റോ, മോസ്ക, മിഷേൽസ് ഒക്കെ വലിയ ഇലാബറേറ്റീവ് സ്റ്റഡിയാണ്. പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് 2 പേജസിൽ ഇത് ഒതുക്കും. അതായത് പരേറ്റോയുടെ ഒരു 1 പേജ് ഉണ്ടാവും, മോസ്കയുടെ ഒരു 1 പേജ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ 2-2.5 പേജിലോ ഈ പരിപാടി, ഈ എലൈറ്റ് തിയറി എന്ന് പറഞ്ഞ പരിപാടി നടക്കും. അതായത് നിങ്ങൾ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള നോട്ട്സ് ആയിരിക്കും. നിങ്ങൾ എലൈറ്റ് തിയറി ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുകയോ വേറെ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മെറ്റീരിയൽ കിട്ടുകയോ ചെയ്യുമ്പോൾ എലൈറ്റ് തിയറിയൊക്കെ വാരി വലിച്ചു കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ എന്താണോ എക്സാമിന് വേണ്ടത് അതനുസരിച്ച് ആ എലൈറ്റ് തിയറിയുടെ കാര്യങ്ങളോ ഇങ്ങനെയുള്ള, ഞാൻ എലൈറ്റ് തിയറി ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പം തിയറി ഓഫ് ഡെമോക്രസി ചോദിച്ചു, എലൈറ്റ് തിയറി, ഇനി എലൈറ്റ് തിയറി എന്ന് പറയുന്നതിന്റെ എല്ലാ വെർഷൻസും തന്ന്, പരേറ്റോടെ തന്നെ ഒരു 2 പേജ് 3 പേജ് തന്നു, മോസ്കയുടെ ഒരു പേജ്, അങ്ങനെ അല്ല പോകുന്നത്. ഇതിൽ എന്താണോ വേണ്ടത് അതാണ് നമ്മൾ തരിക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ നോട്ട്സും കൊണ്ടുപോകുന്നത്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു തിയറിറ്റിക്കൽ പാർട്ടാണ്. കുറെ തിയറിറ്റിക്കൽ, ലിബറൽ, നിയോ ലിബറൽ എന്നൊക്കെ പറഞ്ഞാൽ തിയറിറ്റിക്കൽ പാർട്ടാണ്. അപ്പൊ അതിൽ ചിലപ്പം തിയറി അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈസി ആയിരിക്കും. പിന്നെ ഇത് ഇത്രയും പഠിച്ചു എന്ന് വിചാരിച്ച് ഇത്രയും ചോദിക്കുമോ? ഈ മോഡ്യൂൾ 4 ക്വസ്റ്റ്യൻ, മോഡ്യൂൾ 5-6 എണ്ണം ഉണ്ട്. അപ്പൊ അതിൽ ഇത്രയും ക്വസ്റ്റ്യൻ വരുമോ? ഇല്ല. നിങ്ങൾക്ക് ഇതിന്നിപ്പോ ഒരു 10 ടോപ്പിക്കാണ്. ഇപ്പൊ ഇതിനകത്ത് എല്ലാം കൂടെ ചേർത്ത് ഒരു 10 ടോപ്പിക് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് 3 ടോപ്പിക് ഒക്കെ ആയിരിക്കും വരിക. ഇത് നമ്മൾ ഈ 3 ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് 10 പഠിപ്പിക്കുമെങ്കിലും ഈ 3 എണ്ണം ഇമ്പോർട്ടൻസ് പറയും. ആ ഇമ്പോർട്ടൻസ് അനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിനും ഇമ്പോർട്ടൻസ് തന്നിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ സ്ട്രക്ചറൽ ഫംഗ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ് സ്റ്റഡി കിടക്കുന്ന, അതായത് പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ കമ്പാരറ്റീവ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഇതിൽ കിടക്കുന്നതാണ് സിസ്റ്റം അനാലിസിസും സ്ട്രക്ചറൽ ഫംഗ്ഷണൽ അനാലിസിസും. പക്ഷെ ഇവിടെ മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇതിലാണ് കിടക്കുന്നത്. തിയറി ബേസ് ആണെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പറയുന്ന കമ്പാരറ്റീവ് അനാലിസിസ്. പക്ഷെ
ഇവിടെ നോക്ക് സിസ്റ്റം അനാലിസിസ്, സ്ട്രക്ചറൽ ഫംഗ്ഷൻ. നമ്മൾ ഒരു പിക്ചർ തീരും ഇത്. അതായത് ഒരു പിക്ചർ 2-3 ലൈനും ആകുമ്പോൾ ഈ നോട്ട്സ് കഴിഞ്ഞു. അത് അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിൻ്റെതാ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഒരു നോട്ട്സ് പിന്നെ കാണിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം സാധാരണ രീതിയിൽ കാണിക്കുന്ന ഇലാബറേറ്റീവ് ടൈപ്സ് ഓഫ് നോട്ട്സിൽ നിങ്ങൾ ചിലപ്പം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ കുറെ ഇലാബറേറ്റീവ് ആയിട്ട് പഠിച്ചാലേ ശരിയാകൂ എന്നൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടാവും. അങ്ങനെയല്ല. മിസ്കൺസെപ്ഷൻ അരുത്, അല്ലെങ്കിൽ മിസ്കൺസെപ്ഷനിലേക്ക് പോകണ്ട. ഒരു വിദ്യാധാരണയും വേണ്ട. കൃത്യമായിട്ട് ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇതാണ് നമ്മളിവിടെ തിരുത്തി തരുന്നത്. പൊളിറ്റിക്കൽ തോട്ടിൽ ഓരോരുത്തരും ഇപ്പൊ എത്ര ഇതുണ്ട് എല്ലാവരുടെയാണ്. അപ്പം ഇപ്പൊ ഇവിടെ 2 പേര്, ഇവിടെ ഒരു 6 പേര്, അങ്ങനെ എണ്ണം എടുത്താൽ തന്നെ നമുക്കൊരു 25 ടോപ്പിക്സ് വരെയാണ്. ഇതിനകത്ത് 25 ടോപ്പിക്സ് വരുന്നത് വിചാരിക്കും. ഇതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എത്രയും 10 അല്ലെങ്കിൽ 10-നും 19-നും ഇടയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് 15 ക്വസ്റ്റ്യൻ എടുക്കാം. 15 ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുന്നതായിരിക്കും. ഈ 15 ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിക്കേണ്ട 25 ടോപ്പിക്കാണ്. 25 ടോപ്പിക്കിൽ നമ്മൾ എന്തായാലും പോയാലും ഒരു 60 പേജ് എന്തായാലും പഠിക്കേണ്ടി വരും. എങ്ങനെ പോയാലും 50 പേജ് അല്ലെങ്കിൽ 60 പേജൊക്കെ ഒരു ഇതിൽ പഠിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ എത്രത്തോളം ചുരുക്കാൻ പറ്റുമോ അത് ചുരുക്കിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുമാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത്ര മാർക്കിന് വരും, ഈ റൂസോ ഇമ്പോർട്ടന്റ് ആണ്, ബന്ധാം ഇമ്പോർട്ടന്റ് ആണ്, ബന്ധാമിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഈ തിയറി ബേസ് മാത്രമാണ് ചില ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പാടുള്ള. ആ മനസ്സിലാക്കാൻ പാടുള്ള ഏരിയാസ് നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യും, കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇറങ്ങി വന്ന് പഠിപ്പിക്കാൻ, ഒരു ഡൗൺ ആയിട്ട് പഠിപ്പിക്കാൻ. അങ്ങനെ ഒട്ടും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ, തിയറി ബേസിൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പഠിപ്പിക്കും. അങ്ങനെയാണിത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ ഇതൊക്കെ വളരെ ഈസി ടോപ്പിക്സ് ആണ്. ഇത് ചിലപ്പോൾ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. ചില ആൾക്കാർക്ക് വേറൊരു പ്രശ്നമുണ്ട്, ഇതൊക്കെ ഈസി ആണെന്നും ഫീൽ ചെയ്യും. അതായത് വളരെ ഈസി ആണെന്ന് പറയുമ്പോൾ, വളരെ ഈസി ആണെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ വളരെ ഈസി ആണ്, ഇത് ഈ ടോപ്പിക് വളരെ ഈസിയാണ് എന്ന് ഞാൻ പറയുന്നത് പോലെ അല്ല. ഒരു BEd സ്റ്റുഡന്റ് ഒട്ടും അറിഞ്ഞൂടാത്ത ഒരാൾ, അല്ലെങ്കിൽ വേറെ ഒട്ടും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ, വേറെ ഇതിനൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ വന്നിരുന്ന് പെട്ടെന്ന് ഒന്ന് എക്സാം എഴുതുമ്പോൾ ഇങ്ങനെയല്ല. അപ്പം ഈസി ആണെന്ന് ഞാൻ പറയാൻ കാര്യം എന്താണ്, നമ്മൾ ഈ ഇതുമായിട്ട് സിലബസുമായിട്ടും അതുപോലെ ഇങ്ങനത്തുള്ള ഈ മെറ്റീരിയൽസുമായിട്ട് നമുക്ക് നല്ല അടുപ്പമുള്ളതുകൊണ്ടാണ്. പക്ഷെ വേറെ ആൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല. അത് നമുക്ക് മനസ്സിലാവും. ഒരു കുട്ടിക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ഈ നോട്ട്സ് തരുന്നത്. ഇനി നിങ്ങൾ ഇപ്പം OP ഗോപ പോലുള്ള പല ബുക്സും കാണും, പല മെറ്റീരിയൽസും കാണും. അതിലൊക്കെ മിനിമം 5 പേജും 6 പേജും കിടക്കുന്ന സാധനം നമ്മളിവിടെ 1 പേജിലോ 2 പേജിലോ ഒതുക്കും. അത് അങ്ങനെ അത്ര മതി. അത്ര കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാനുള്ളൊരു ഇതുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇൻ കേസ് ആർക്കെങ്കിലും 5 പേജ് പഠിച്ചാലല്ലേ ശരിയാകും എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനി ചില ആൾക്കാർക്ക് 5 പേജ് പഠിച്ചാലേ പറ്റും. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഡെപ്തിൽ വായിച്ചുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സ്ട്രാറ്റജി റോങ് ആണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് റോങ് ആണ്. ചില ആൾക്കാർ പറയും ഞാൻ 10 മണിക്കൂർ പഠിക്കും, 10 അവർ പഠിക്കുന്നുണ്ടെന്ന് പറയും. ആ സ്ട്രാറ്റജിയും ഇതിനകത്ത് റോങ് ആണ്. കാരണം നിങ്ങളൊരു 4 to 5 അവർ അത്യാവശ്യം വീക്കിലി ഒരു 4 to 5 അവർ, വീക്കിലി മീൻസ് ഡെയിലി 4 to 5 അവർ വെച്ചിട്ട് വീക്കിലി നമ്മളൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ഡേ ഒഴിവാക്കിയിട്ട് 6 ഡേയ്സ് നിങ്ങൾ പഠിച്ചാൽ പോലും 10-20 മണിക്കൂർ, 20-24 മണിക്കൂർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പോലും സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് പാസ്സാവാൻ പറ്റും. അത് വലിയൊരു കടമ്പയല്ല. അപ്പൊ ആ ഒരു റിയാലിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇതൊന്നും അറിഞ്ഞുകൂടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ഭയങ്കര ഈസി ആയിരിക്കും. രണ്ട് കൂട്ടർ ഇവിടെ കാണും. അതായത് വളരെ ഈസി ആയിട്ടുള്ള ആൾക്കാരും കാണും, വളരെ ഇതായിട്ടുള്ള ആൾക്കാരും. പക്ഷെ പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ പ്രിയാമ്പിൾ ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിനെയൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ പഠിക്കാനുള്ളത് ഒരുപാടുണ്ടാവും. പക്ഷെ എന്ത് പഠിക്കണം, അതിനകത്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയായിരിക്കും നമ്മൾ ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഓരോ സാധനങ്ങളും അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അതല്ലാതെ ഒരു ഗൈഡ് എടുത്ത് വായിക്കുന്ന ലെവലിലല്ല നമ്മളിത് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഈ യൂണിറ്റ്സിന്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. യൂണിറ്റ്സ് ഒരു 3-4 യൂണിറ്റ്സ് ഒക്കെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസുമായി ഭയങ്കരമായിട്ട് ബന്ധമുള്ള യൂണിറ്റ്സ് ആണ് ഈ 4 യൂണിറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് പണി എടുക്കേണ്ടതായിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. എല്ലാവർക്കും അങ്ങനെ ദഹിക്കുന്ന ഒരു യൂണിറ്റ് ആയിരിക്കില്ല കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പെട്ടെന്ന് എല്ലാവർക്കും ദഹിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കില്ല. കാരണം ഡിപ്പെൻഡൻസി തിയറി, മോഡേണൈസേഷൻ തിയറി, കൾച്ചറൽ തിയറീസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ UK, USA, ഫ്രാൻസ്, ചൈന, ഇന്ത്യ. പക്ഷെ നിങ്ങൾ ഇതിന്റെ റിയാലിറ്റി നോക്കണം, ഇതിൽ എത്ര ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഇവിടെ പലരും ഇത് കംപ്ലീറ്റ് ആക്കാനായിരിക്കും ശ്രമിക്കുക. അതായത് മൊഡ്യൂൾ 3 ഞാൻ പഠിച്ചു, കംപ്ലീറ്റ് ആയി, എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി, അങ്ങനെ ആയിരിക്കും ശ്രമിക്കുക. അതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഇതൊക്കെ തരും, ഇതൊക്കെ പഠിപ്പിക്കും. പക്ഷെ നമ്മുടെ ഉദ്ദേശം ഇതിന് ഭയങ്കര റെലവൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കും, നന്നായിട്ട് ഡെപ്തിൽ കാര്യങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്യും. ചില കാര്യങ്ങളിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെക്സ് ആൻഡ് ബാലൻസസ് എന്നൊക്കെ പറയുന്ന കാരണങ്ങളിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയേണ്ടതേ ഉള്ളെങ്കിൽ അത് അത്ര നിർത്തും. ഇങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോവുക. അതല്ലാതെ നിങ്ങൾ എടുക്കുന്ന
സ്ട്രാറ്റജികളിലെ ഏറ്റവും റോങ് സ്ട്രാറ്റജി പറയുമ്പോൾ നിങ്ങൾ ഈ ലൈൻ ബൈ ലൈൻ വായിച്ച് സിലബസ് കംപ്ലീറ്റ് ആക്കുകയാണ്. അതിവിടെ ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പൊ ലൈൻ ബൈ ലൈൻ വായിച്ച് അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് തന്ന് അങ്ങനെ നിങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയില്ല. എക്സാമിന് എന്താണോ വേണ്ടത് അതാണ് തരുന്നതെന്ന് അങ്ങനെ അതിനെ ട്രസ്റ്റ് ചെയ്യുക. സോ അങ്ങനെയാണ് പോകുന്നത്. ഇനി അടുത്ത കമ്പാരിറ്റീവ് കഴിഞ്ഞ പണിയെടുക്കേണ്ട കാര്യമാണ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഈ ഇന്റർനാഷണൽ റിലേഷൻസ് തിയറീസ് എളുപ്പമാണ്. തിയറീസ് നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ചില ഏരിയാസ് ഉണ്ട്. ഇപ്പൊ ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ, അതുപോലെ തന്നെ ഈ ഗ്ലോബൽ സിവിൽ സൊസൈറ്റി, അത്ര ഐഡിയ ഇല്ലാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. അതായത് എന്ത് വേണം ചോദിക്കാന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. ഇന്റർനാഷണൽ സിസ്റ്റം, അതുപോലെ ഗ്ലോബലൈസേഷൻ, ഇതൊക്കെ കുറച്ച് ജനറൽ ടോപ്പിക്സ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർക്ക് ഇതൊക്കെ ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ കുറെ നോട്ടൊക്കെ എടുത്ത് വായിക്കും, കുറെ ഇലാബറേറ്റീവ്സ് ഇത് വായിക്കും. ചിലപ്പോൾ അതിന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കും. സോ അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാത്ത ഏരിയാസ്, അതല്ലെങ്കിൽ ഒട്ടും റെലവൻസ് ഇല്ലാത്ത ഏരിയാസ്, അതൊക്കെ നമ്മളിങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. ഇനി വാർ ആംസ് എയിംസ് കൺട്രോൾ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ടോപ്പിക്കാണ്. അതായത് നിങ്ങൾ ഒരു 1900 അതായത് കോൾഡ് വാർ തൊട്ട് മിനിമം നോക്കുകയാണെങ്കിൽ പോലും ഒരു 60 വർഷത്തെ ചരിത്രത്തിൽ ഓരോ വർഷം എടുത്ത് പഠിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഏരിയയാണ് ആംസ് റേസ് കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇത് ഒരു പേജോ 1.5 പേജോ വരുന്ന ചില വർഷങ്ങളുടെ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇതാണ് ചോദിക്കുന്നത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്ന മെറ്റീരിയൽ ഇത് തീരും. ഇങ്ങനെ ഒരു മെറ്റീരിയൽ കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ എപ്പോഴും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ഏരിയ. കാരണം ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കി എടുക്കണ്ടേ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്റർനാഷണൽ റിലേഷൻസ് ആയിക്കോട്ടെ, വേറെ ഏതായിക്കോട്ടെ, ഇപ്പൊ തന്നെ ഭയങ്കര വാസ്റ്റ് ആണ് സിലബസ്. ഇപ്പൊ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാട് വാസ്റ്റ്നെസ് ഉണ്ട്. ഈ വാസ്റ്റ്നെസ്സിനെ എത്രത്തോളം ചുരുക്കാൻ പറ്റുമോ, എത്രത്തോളം എക്സാം ഓറിയന്റഡ് ആക്കാൻ പറ്റുമോ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഞാൻ എല്ലാ സിലബസും ഓരോന്നായിട്ട് പറയുന്നില്ല. മിനിമം നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. അതല്ലെങ്കിൽ സിലബസ് കാണാത്ത ആൾക്കാർ ഗ്രൂപ്പിൽ ചോദിച്ചാലോ അതല്ലെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാലോ അയച്ചു തരും. അപ്പൊ അതുമായി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. ഞാൻ PYQs ഇപ്പൊ പോകുന്നില്ല. PYQs നമുക്ക് വേറെ സെഷൻ വയ്ക്കാം. PYQs നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലെങ്കിൽ PYQs ഒരു സെഷൻ വയ്ക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ മാർക്ക് പാറ്റേൺ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സിന്റെ എണ്ണം നോക്കൂ, കൺസിഡറബിളി കറക്റ്റ് കൺസിസ്റ്റന്റ് ആണ്. ഒരു 23-നും 25-നും ഇടയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സോ 20+ ക്വസ്റ്റ്യൻ ഇവിടെ കിട്ടും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയ ആണ്. ഇനി പൊളിറ്റിക്കൽ തോട്ട് നോക്കും. കൺസിസ്റ്റന്റ് ആയിട്ട് 20 കിട്ടുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 20 ക്വസ്റ്റ്യൻ എങ്കിലും കിട്ടും. സോ ഇതിനൊരു ഇത്രയും ഇത് നോക്കി, ഇതിനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ഇമ്പാക്ട് ഉണ്ട്, അതായത് എല്ലാം ഏകദേശം ഒരേ റേഞ്ചിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം ഏകദേശം ഒരേ റേഞ്ചിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പാറ്റേണും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ആർക്കെങ്കിലും ഇതിന് ഈ മെറ്റീരിയൽ തരത്തില്ല, ആർക്കെങ്കിലും ഇതാവണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഈ ഒരു പാറ്റേണിന്റെ സ്ക്രീൻഷോട്ട്സോ അതല്ലെങ്കിൽ ആ ഒരു സാധനം അയച്ചു തരാം. ഇത് ഈ മാർക്കിന്റെ സിസ്റ്റം വേണമെങ്കിൽ. പിന്നെ ഇത് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അതായത് മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസിൽ 30-35 ടോപ്പിക് ഉണ്ട്. പൊളിറ്റിക്കൽ തോട്ടിൽ 25 കൂടുതൽ ടോപ്പിക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 30 ടോപ്പിക് ഉണ്ടെന്ന് കൂട്ടിക്കുക മിനിമം. ഇന്ത്യൻ ഗവൺമെന്റ് പോളിസിയിൽ 50 ടോപ്പിക് എന്തായാലും കാണും. അപ്പൊ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് എത്ര ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? 23. അപ്പൊ എല്ലാം ഇമ്പോർട്ടന്റ് ആണോ? അല്ല, എല്ലാം ഇമ്പോർട്ടന്റ് അല്ല. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് ക്വസ്റ്റ്യൻ ചിലതൊക്കെ PYQs മാത്രം ചെയ്താൽ പോലും കിട്ടും. ഇതിൽ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ്. അതായത് നിങ്ങൾക്ക് ഒരുവിധം നോർമലി ഉള്ള ഒരു നോളജ് അതിനും അപ്പുറം, അതായത് നോർമലി ഉള്ള നോളജിനും അപ്പുറം ഉണ്ടാക്കുന്നതിനാണ് എക്സാം സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യത്തെ 20 ഡേയ്സ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോർമൽ നോളജ് ഉണ്ടാക്കി തരാനാണ്. അതായത് കൺവെൻഷനലി നിങ്ങൾ നോളജ് ഉണ്ടാക്കണം. ആ നോളജ് ഉണ്ടെങ്കിലേ ബാക്കി വർക്കാവും. ആദ്യത്തെ 20 to 25 ഡേയ്സ് അങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഓരോ യൂണിറ്റിന്റെയും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ അടങ്ങുന്ന സെഷൻസ് ആയിരിക്കും. ചോദ്യങ്ങൾ, അതുപോലെ ഡിസ്കഷൻസ് പോലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇത്ര ചുരുക്കി പറഞ്ഞുവെങ്കിലും മെയിൻ എസൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇവിടെ സിലബസ് ഉണ്ട്, എക്സാക്ട്ലി ഒരു സിലബസ് ഉണ്ട്. പക്ഷേ സിലബസിനേക്കാൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് PYQസിലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും സിലബസും കൂടെ കമ്പൈൻ ചെയ്തുള്ള ഒരു മോഡ് ഓഫ് സ്റ്റഡി ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ശീലിച്ചിട്ടില്ലാത്ത സാർ ഇത്ര മതിയോ എന്ന് ചോദിക്കുന്ന ചില ഇത് വരും. അപ്പൊ നമ്മൾ പറയും ഇത്ര മതി, ആ ഒരു ഏരിയ ഇത്ര മതി. ഇനി ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയും ഇത് പോരാ, കുറച്ചും കൂടെ നമ്മൾ ഇലാബറേറ്റ് എക്സ്ട്രാ സ്റ്റഡി നടത്തണം. അങ്ങനെ പറയുന്ന കുറച്ച് ഏരിയാസും ഉണ്ടാവും. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യമേ തന്നെ ഒരു ഐഡിയ തന്നത്. അതുകൊണ്ടാണ് ഓറിയന്റേഷൻ എടുക്കുന്നത്.
അതല്ലെങ്കിൽ നമുക്ക് നേരെ കയറി ഡയറക്റ്റ് ആയിട്ട് കയറി ഇത് തുടങ്ങാം. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉള്ള ബാച്ചുകൾ വളരെ കുറവാണ്. സെറ്റ് എക്സാമിന് കുറെ ആൾക്കാർ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്നുണ്ട്, നെറ്റ് പോലല്ല. പൊളിറ്റിക്കൽ സയൻസ് സെറ്റ് എക്സാമിനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കിട്ടുക, അതിനനുസരിച്ച് അതിന്റെ തന്നെ റെക്കോർഡ് കിട്ടുക, ഡെയിലി ലൈവ് ക്ലാസ്സിന്റെ തന്നെ റെക്കോർഡുകൾ കിട്ടുക. അതുപോലെ ബാക്കി ജനറൽ പേപ്പറിലായാലും നല്ല ക്ലാസ്സുകൾ കിട്ടുക എന്ന് പറയുന്നത് മലയാളത്തിൽ പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ തുടക്കമിടുന്ന ഒരു ബാച്ചാണ്. ആ ബാച്ചിൽ നമ്മൾ റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെയും പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. നമ്മുടെ ആദ്യത്തെ നെറ്റ് ബാച്ചിൽ അത്രയും റിസൾട്ട് വന്നു. ഇപ്പോഴത്തെ രണ്ടാമത്തെ നെറ്റ് ബാച്ചിൽ 25-ൽ 14 റിസൾട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോ HSST ഉണ്ട്, HSSTയുടെ ബാച്ചിൽ 45 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിലൊക്കെ നമ്മുടെ പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആണ്. കാരണം നമ്മൾ തുടക്കക്കാരാണ്, ഈ ഒരു മേഖലയിൽ നമ്മൾ തുടക്കക്കാരാണ്. പക്ഷേ നമ്മൾ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ 2 എക്സാം എടുത്ത് നോക്കിയാൽ നമ്മൾ സക്സസ് ആണ്. കാരണം ഇതുവരെയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങൾ പറയപ്പെടുന്ന UGC നെറ്റിന്റെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റർ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ കാണിച്ചു തരാം. 14 റിസൾട്ടുള്ള ഏതെങ്കിലും ഒരു ഇത്, അതിലും എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. ചില ആൾക്കാർ, ചില പ്രമുഖ സ്ഥാപനങ്ങളിൽ 100ഓളം കുട്ടികളുണ്ട്, 80ഓളം കുട്ടികളുണ്ടായിരുന്നു, ബാച്ചുകളൊക്കെ ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൽ ഒരു കാലത്ത്. പക്ഷെ അവിടെ പോലും നല്ല റിസൾട്ടുകൾ വരാതായപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ സയൻസിൽ ഡിമാൻഡ് പറയുന്നത്. പക്ഷെ പൊളിറ്റിക്കൽ സയൻസിൽ ആക്ച്വലി നല്ല ക്ലാസ്സുകൾ കിട്ടുക എന്ന് പറയുന്നതാണ് ചടങ്ങ്. അപ്പൊ നമ്മൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റം ഞാൻ വിശ്വസിക്കുന്നത് ഒരു ടൈം കഴിയുമ്പോൾ 2026 എൻഡോട് കൂടി നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറും എന്നാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു തുടക്കമായിട്ടുള്ള ഒരു സെറ്റ് ബാച്ച് ആണ് ഇപ്പോൾ വരുന്നത്. നിങ്ങൾക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഉറപ്പായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് അത് ഫസ്റ്റ് ക്ലാസ്സുകളിലും അതുപോലെ തന്നെയുള്ള നിങ്ങളുടേതായ ഈ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത മെറ്റീരിയൽസ് കാണുമ്പോഴും അത് മനസ്സിലാവും. സോ ആ കോൺഫിഡൻസോട് കൂടിയാണ് ഇതുവരെ സംസാരിച്ചത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള സമയമാണ്. ഇനി അതുപോലെ എനിക്കൊരു കാര്യം അറിയേണ്ടത്, നിങ്ങൾ കുറെ ആൾക്കാർ ഇതാണ് ഈ കുറച്ച് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് ഹൗസ് വൈഫ്സും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യൂഷ്വലി എടുക്കുന്ന ക്ലാസ് ടൈം മാറ്റിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മൾ യൂഷ്വലി ഈവനിങ് ടൈമാണ്, 7 നിങ്ങളുടെ ഒരു പീക്ക് ടൈം ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ചില ഫാമിലിക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതായത് 2 സെഷൻ ഡെയിലി എടുക്കണം. ഡെയിലി 2 സെഷൻ, പേപ്പർ 1 ഒരു സെഷൻ കാണും, പേപ്പർ 2 ഒരു സെഷൻ കാണും. അപ്പൊ ഈ പേപ്പർ 1 പേപ്പർ 2 കൂടെ ഒരു സെഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് രാവിലെ 10 മണിക്ക് വേണമെങ്കിൽ നമ്മൾ എടുത്തു തരാം, ഉച്ചയ്ക്കും ഉണ്ട്. അല്ലെങ്കിൽ രാവിലെ 10 മണി തൊട്ട് 10 മണി വരെ 11 മണി വരെ ഒരു സെഷൻ, 11 മണി തൊട്ട് 12 മണി ഒരു സെഷൻ, അങ്ങനെ വേണമെങ്കിൽ വെക്കാം. 2 മണിക്കൂർ 2.25 മണിക്കൂറിൽ കൂടുതൽ ഒരു ദിവസം ക്ലാസ് കാണത്തില്ല. 2 മണിക്കൂർ മാക്സിമം. അതായത് ഒരു എക്സാം ഒരു സാധനം ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പേപ്പർ 1 ആണെങ്കിൽ പേപ്പർ 1 പേപ്പർ 2 ഏതെങ്കിലും ഒരു ക്ലാസ് ആയിരിക്കും 1 മണിക്കൂർ, പിന്നെ 1 മണിക്കൂർ വേറെ ക്ലാസ്, അങ്ങനെ ആയിരിക്കും. 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കരുത്, അല്ലെങ്കിൽ 1.25 മണിക്കൂറിൽ കൂടുതൽ എടുക്കരുത് എന്നുള്ളത് നമ്മുടെ പോളിസിയാണ്. കാരണം അത്ര മതി. നിങ്ങളുടെ അങ്ങനെ ബർഡൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഡെയിലി ഒരു 4-5 മണിക്കൂർ ക്ലാസ് പിന്നെ പഠിത്തം, അങ്ങനെയല്ല. നിങ്ങൾ ഒരു ആദ്യമൊക്കെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ പോകണം. ഇന്റൻസിറ്റി കൂട്ടുന്നെങ്കിൽ തന്നെ 1.5 മന്തിലെ റിവിഷൻ ക്ലാസ്സുകളിലെ ഇന്റൻസിറ്റി കൂട്ടും. നമ്മൾ 1.5 മന്ത് കൊണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 2 മന്ത് കൊണ്ട്, ഇപ്പം മാർച്ചായി, ഏപ്രിൽ മെയ് കൊണ്ട്, മെയ്യുടെ ഒരു പകുതിയോളം കൊണ്ട് നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതിനനുസരിച്ച് മെറ്റീരിയലും ഉണ്ട്. സോ അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് പറയാം. ക്ലാസ് ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കുറെ ആൾക്കാർ കൺസേൺ പറഞ്ഞിട്ടുണ്ട്. കാരണം സെറ്റ് ബാച്ച് ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് നിങ്ങളുടേതായ ഒരു ഇതും കൂടെ നമുക്ക് വേണം. നമ്മൾ ബാക്കിയെല്ലാം ഈവനിങ് ടൈമിലാണ് ക്ലാസ് എടുക്കുന്നത്. ഈവനിങ് ടൈം അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മോർണിംഗ് ടൈം എടുക്കും. കാരണം 2 പേപ്പർ ഉണ്ടല്ലോ. നിങ്ങൾക്ക് തീരുമാനിക്കാം, രാവിലെ 10 മണിക്ക് വേണമോ അതോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം, രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെ ആയാലും മതിയോ, അതോ ഈവനിങ് തന്നെ വേണമെങ്കിൽ ഈവനിങ് തന്നെ നടക്കും. നിങ്ങളുടെ ഒരു ചോയ്സ് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറഞ്ഞാലും മതി. ഇപ്പൊ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് ചോദിക്കാം, ഗ്രൂപ്പിൽ പറഞ്ഞാലും മതി. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. സെറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, വോയിസ് ആയിട്ട് ചോദിക്കാം, എങ്ങനെ ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായോ? പറഞ്ഞ എസെൻസ് മനസ്സിലായോ? പറഞ്ഞ ഒരു എസെൻസ് മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇന്ററാക്ട് ചെയ്യണം. ഇന്ററാക്ട് ചെയ്താലേ എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ കാര്യങ്ങളൊരു ഇത് പോവാന്നുള്ളത്. മനസ്സിലായി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാൻ ഇത് പറ്റുന്നില്ല അല്ലേ? മ്യൂട്ട് ചെയ്യണം.
ഞാൻ മൈക്ക് ഓൺ ആക്കി തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും സംസാരിക്കണമെന്ന് സംസാരിക്കും. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇനി നമ്മൾ കൂടുതൽ ഇത് വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഇത് സംസാരിക്കാം. ഏത് ക്ലാസ് ടൈമിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നമ്മൾ പോൾ ഇടാം. അതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. അതനുസരിച്ച് ക്ലാസ് ഇടാം. ക്ലാസ് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. OBC കാറ്റഗറിക്ക് 35% ആണ് പറയുന്നത്. 35% ആണ്. 35%ഓളമുള്ള ഇതാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ കട്ട് ഓഫിലേക്ക് ചിന്തിക്കരുത്. നിങ്ങളിപ്പം കട്ട് ഓഫ് ഒരു 48 മാർക്കാണ് അല്ലെങ്കിൽ 100 മാർക്കാണ് പറയുന്നത് വിചാരിക്കാം. ഇപ്പൊ 116 മാർക്കാണ് കട്ട് ഓഫ് എന്ന് വിചാരിക്കുക. നിങ്ങൾ 140 മാർക്കോ 180 മാർക്കോ മേടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് നമ്മുടെ രീതി. അല്ലാതെ നിങ്ങൾ 116 എത്തുമോ 116 എങ്ങനെയെങ്കിലും കിടക്കും, അങ്ങനെയല്ല. നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ ഇത് എത്തിക്കുക. എങ്ങനെ എത്തിക്കുക? 116 നിങ്ങളുടെ ബേസ് മാർക്കായിരിക്കാം, പക്ഷെ അത് നമ്മൾ 140ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ സെറ്റ് പിള്ളേരെ സംബന്ധിച്ച് നമുക്ക് അറിയാം, പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള ചില വീക്ക്നെസ് ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് ഒന്നും അങ്ങനെ അത്ര അധികം നോളജ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അതിന് വേണ്ടി ആണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു തിയറിറ്റിക്കൽ പേപ്പർ പോലും, അതായത് പൊളിറ്റിക്കൽ സയൻസിലെ ഇനി എത്ര ടഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവാതിരിക്കത്തില്ല, ക്ലാസ് മനസ്സിലാവാതിരിക്കത്തില്ല. ആ ക്ലാസ് മനസ്സിലാകില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കും. ക്ലാസ് മനസ്സിലായി നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതിനനുസരിച്ച് കോൺഫിഡൻസ് വന്നോളും. സോ അങ്ങനെയാണ് ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മാക്സിമം സഹകരിച്ച് നിൽക്കുക. വർക്കിംഗ്. സോ ഇൻ മാർച്ച് മോർണിംഗ് ടൈം ഡിഫിക്കൽട്ട്, ആഫ്റ്റർ മാർച്ച് ഇറ്റ്സ് വെക്കേഷൻ. ഓക്കെ, മാർച്ച് മോർണിംഗ് ടൈം ഡിഫിക്കൽട്ടാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, 1 മണിക്കൂർ റെക്കോർഡ് കാണുന്ന പ്രശ്നമില്ലല്ലോ? 1 മണിക്കൂർ റെക്കോർഡ് കാണുന്ന പ്രശ്നമില്ലല്ലോ? ഒരു അറ്റ്ലീസ്റ്റ് ഇപ്പൊ ചില ആൾക്കാർക്ക് ലൈവ് കാണാൻ പറ്റത്തില്ല, പക്ഷെ അന്ന് തന്നെ റെക്കോർഡ് കാണാൻ ആകെ 2 മണിക്കൂർ ഉണ്ടാവും. ആകെ 2 ഇതല്ലേ ഉള്ളൂ. അപ്പം 2 മണിക്കൂർ നിങ്ങൾ അത് മാറ്റി വെച്ചാൽ, പിന്നെ വന്നിട്ട് 2 മണിക്കൂർ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് റെക്കോർഡ് കാണാൻ പറ്റും. സോ അങ്ങനെയാണ്. അതായത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ പോയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രശ്നം, ക്ലാസ്സുകളുടെ എണ്ണം കൂടുതലാണ്, എന്നാൽ അവരുടെ പൊട്ടൻഷ്യൽ മെറ്റീരിയൽസും കുറവാണ്. നമ്മുടെ ക്ലാസ് എണ്ണം കുറവാണ്, പൊട്ടൻഷ്യൽ മെറ്റീരിയൽ കൂടുതലാണ്. അതായത് നിങ്ങൾ മെറ്റീരിയൽ കിട്ടുന്നത്, ആ മെറ്റീരിയൽ ഭയങ്കര പക്കാ മെറ്റീരിയൽ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ക്ലാസിന്റെ അളവും കുറവായിരിക്കും. അത് ബർഡൻ എന്ന് പറയുന്നത് കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെയാണ്. നിങ്ങൾക്ക് കുറേയൊക്കെ ഇത് തന്നിട്ട് ഇത് ചെയ്യില്ല. അതായത് ലൈവ് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് റെക്കോർഡ് കാണുന്നത് ഒരു ബർഡനായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം റെക്കോർഡ് 1 അവറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പേപ്പറോടെ ചേർത്ത് 2 അവറേ കാണും. അപ്പൊ ആ ഒരു ലെവലിൽ ചില ദിവസങ്ങളിൽ 40 മിനിറ്റ് കാണും. എന്താണോ ആ ഒരു ടോപ്പിക്കിന് ആവശ്യം അത്ര ഒരു ക്ലാസ് എടുക്കും. അല്ലാതെ 40 മിനിറ്റ് തയ്ക്കണം, 1 മണിക്കൂർ തയ്ക്കണം, അങ്ങനെയില്ല. നമ്മൾ ഇന്റൻസിറ്റി കൂട്ടുന്നെങ്കിൽ തന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടായിരിക്കും ഇന്റൻസിറ്റി കൂട്ടുക. ഓക്കെ, അതായത് ഒരു 1.5 അവറൊക്കെ ഡിസ്കഷൻ പോലെയൊക്കെ വെച്ചിട്ട് വേറെ സെഷൻസ് ഒക്കെ ആയിരിക്കും. അത് ഒരു 1 മന്ത് നമ്മൾ പ്രോപ്പർ പരിപാടി ആയിരിക്കും. പ്രോപ്പർ കൺവെൻഷനലി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തരിക എന്നുള്ളതാണ് 1 മന്ത് ആദ്യത്തെ ലക്ഷ്യം. അപ്പൊ നിങ്ങളുടെ ഒരു ലെവൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിനിടയിൽ മെന്ററിംഗ് ഉണ്ടാവും. മെന്ററിംഗ് വീഡിയോ സെഷൻസ് ആയിരിക്കും. ആദ്യത്തെ മെന്ററിംഗ് വീഡിയോ സെഷൻസ് ആയിരിക്കും. ആ വീഡിയോ സെഷൻസ് അറ്റൻഡ് ചെയ്യുക. സൂമിലോ അതല്ലെങ്കിൽ വാട്സാപ്പിലോ ആയിരിക്കും വീഡിയോ സെഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരെ വിളിച്ചിട്ട് എത്ര മണിക്കാണ് ഫ്രീ ആവുക അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ സ്ലോട്ട് തരികയാണ് ചെയ്തത്. അതിനനുസരിച്ച് 1 വീക്കിൽ, ആദ്യത്തെ 1 വീക്കിൽ തന്നെ വീഡിയോ മെന്റർഷിപ്പ് കാണും. അത് കഴിഞ്ഞിട്ട് നമ്മളതിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത്ര പേരുണ്ട്, ആ ഇത്ര പേർക്ക് ഒരാൾ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ഈ മെന്റർഷിപ്പ് നടത്തുമ്പോൾ ലിസ്റ്റ് ഉണ്ടാവും. അപ്പം അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഓരോരുത്തർക്കും ചിലപ്പോൾ വേറെ സ്ട്രാറ്റജി ആയിരിക്കും. ഓക്കെ, റെഗുലർലി ക്ലാസ് ഉണ്ടാവും, ക്ലാസ്സുകൾ കണ്ടിന്യൂസ്ലി ഉണ്ടാവും. പിന്നെ സൺഡേസിലോ സാറ്റർഡേസിലോ എന്തെങ്കിലും എമർജൻസീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ക്ലാസ്സുകൾ മാറ്റി. അറ്റ്ലീസ്റ്റ് 1 ക്ലാസ് എങ്കിലും റെഗുലർലി ഉണ്ടാവും. ഓക്കെ, സോ മാക്സിമം എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ്സുകളുടെ ഒരു ഇതിലേക്ക് വരണം. ചില ദിവസങ്ങളിൽ ഇനിയിപ്പം ചില ടീച്ചേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, മോർണിംഗ് വെക്കണമെങ്കിലും ആ മോർണിംഗ് 1 അവറേ കാണും. അപ്പം ലൈവ് കയറേണ്ടവർക്ക് ലൈവ് കയറാം, റെക്കോർഡ് കാണേണ്ടവർക്ക് റെക്കോർഡ് കാണാം. പക്ഷെ നമ്മളുമായിട്ട് നല്ലൊരു കണക്ഷൻ വെച്ചിരിക്കണം ഫാക്കൽറ്റീസുമായിട്ട്. കോർഡിനേഷൻ ദിവ്യ ടീച്ചറാണ് കോർഡിനേഷൻ ചെയ്യുന്നത്. 2-3 ടീച്ചേഴ്സ് ഉണ്ട്. ഞാനുണ്ടാവും, പിന്നെ ദിവ്യ ടീച്ചർ ഉണ്ടാവും, പിന്നെ അനഘ എന്ന് പറയുന്ന പേപ്പർ 1 ടീച്ചർ ഉണ്ടാവും, ഭവ്യ ടീച്ചർ ഉണ്ടാവും, രാധിക ഉണ്ടാവും, ശ്രുതി ഉണ്ടാവും. ഇതൊക്കെ പേപ്പർ 1 ബന്ധപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ടാവും. പേപ്പർ 2 നമ്മൾ ഒരു 2-3 പേരൊക്കെ ആയിരിക്കും എടുക്കുന്നത്. പേപ്പർ 1 ടീച്ചേഴ്സ് അനഘ, ശ്രുതി, രാധിക, ഭവ്യ. പിന്നെ ആരെങ്കിലും മാറി വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് വരുന്നെങ്കിൽ നമ്മൾ പറയും. വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയും. എന്തുണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വേറെ അതിനനുസരിച്ച് വേറെ ഒരു ഇതുമില്ല. കോർഡിനേറ്ററിന്റെ അടുത്തോ എൻ്റെ അടുത്തോ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ ആണല്ലോ? സോ അപ്പം നമുക്ക് നാളെ ക്ലാസ്സിൽ കാണാം. ക്ലാസ് ടൈം നമുക്ക് വാട്സാപ്പ് തീരുമാനിക്കാം. വാട്സാപ്പിൽ നമ്മൾ കോൾ ഇട്ട് തീരുമാനിക്കാം. ഓക്കെ,
റെക്കോർഡ് കാണാൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് അതും പോൾ ഇടും. റെക്കോർഡാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ പോൾ ഇടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? താങ്ക് യു. അപ്പോൾ നമുക്ക് നാളെ കാണാം.